എനിക്ക് ബഹ്റൈനിലോട്ട് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ് ബഹ്റൈൻ. അനുഭവിച്ച കണക്കിന് ആ ജോലി എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വർഗം കിട്ടിയ പോലുള്ള പഠനങ്ങളും ഒരു വാങ്ങുന്നുണ്ടോ? പൈസയൊക്കെ കിട്ടും. നമസ്കാരം പ്രിയപ്പെട്ടവരെ. നീണ്ട യാതനകളുടെ ഒടുവിൽ വലിയൊരു സന്തോഷം ലഭിക്കുക, ജീവിതത്തിൽ ഒരിക്കലും അനുഭവിക്കാത്ത പല യാതനകളിലൂടെയും കടന്നുപോയ നജീബ് ഇപ്പോൾ അദ്ദേഹം ആടുജീവിതം എന്ന നോവലിന് തുടക്കമിട്ട ബഹ്റൈനിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ ഇപ്പോൾ അറിയാത്തവർ ചുരുക്കമായിരിക്കും. എങ്കിലും ഈ നീണ്ട യാതനകളുടെ ചെറിയൊരു ജീവിതം കൂടി ജീവിച്ചു തീർത്ത ഈ ബഹ്റൈനിലും അദ്ദേഹത്തിന് കുറച്ച് ആരാധകരുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്തവരുണ്ട്, അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ അറിഞ്ഞവരുണ്ട്. എന്തായാലും ഈ ബഹ്റൈനിലെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. നമസ്തേ. നമസ്കാരം. വർഷങ്ങൾക്ക് ശേഷമാണ് നജീബിനെ വീണ്ടും കാണുന്നത്. 4 വർഷമായി. 4 വർഷത്തിലധികമായി തോന്നുന്നു. നല്ല 4 എനിക്ക് തോന്നുന്നു ആടുജീവിതം എഴുതാൻ തുടങ്ങിയ കാലഘട്ടത്തിലാണ് നജീബ് ബഹ്റൈനിൽ ഉള്ളത് അല്ലേ? ബഹ്റൈനിൽ വന്നതല്ലേ ആടുജീവിതം എഴുതുന്നത്. അത് നമ്മുടെ സൽമാനിയ സ്റ്റുഡിയോയിലല്ല, US നേവിക്കകത്ത് വെച്ചാണ് സുനിലെന്ന് പറയുന്ന നമ്മുടെ അമേരിക്കയിലുള്ള സുനിലിനെ കണ്ടുമുട്ടുന്നതും ഞാനൊരു ജോലിക്ക് വേണ്ടി സുനിലിൻ്റെ അടുത്ത് ചെല്ലുന്നതും. അപ്പോൾ സുനിലിൻ്റെ അടുത്തൊരു ജോലി ഉണ്ട്, അത് ഞാൻ ചെയ്യത്തില്ലെന്നും പറയുന്നതും. അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളെപ്പറ്റി ഞാൻ ചെയ്ത പോലുള്ള ജോലി ലോകത്താരും ചെയ്തിട്ടില്ലെന്ന് അങ്ങോട്ട് പറയുകയും, അപ്പോൾ അതെന്ത് ജോലിയാണെന്ന് ചോദിക്കുകയും എൻ്റെ അവിടുത്തെ കാര്യങ്ങളെപ്പറ്റി ഞാൻ അനുഭവിച്ച കാര്യത്തെപ്പറ്റി എല്ലാം സുനിലുമായിട്ട് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് US നേവിക്കകത്ത് എനിക്ക് പറ്റിയൊരു പണി, ഒരു കമ്പനിയിലെ പണി എനിക്ക് ശരിയാക്കി തന്നു. ഇപ്പോഴത്തെ തലമുറയെ സംബന്ധിച്ചിടത്തോളം വളരെ ദുരിതകരമായ ഒരു പണിയായിരുന്നു അത്. പക്ഷേ നജീബിനെ സംബന്ധിച്ചിടത്തോളം മുൻപ് സൗദിയിൽ അനുഭവിച്ച ജോലിയുടെ അടുത്ത് ഒന്നുമല്ല. എനിക്ക് അന്ന് ഞാൻ അവിടെ അനുഭവിച്ച കണക്കിന് ആ ജോലി എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വർഗം കിട്ടിയ പോലുള്ള ജോലിയായിരുന്നു. കാരണം എനിക്കുള്ള ഫ്രീഡം പോലുള്ള എനിക്ക് എല്ലാം കൂടെ നല്ല ഫ്രീഡമായിരുന്നു ആ ജോലി. ആരും ചോദിക്കാനുമില്ല, പറയാനുമില്ല. ഞാൻ ചെയ്യുന്ന ജോലി ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്യുക, കൃത്യമായിട്ടെല്ലാം ചെയ്ത് വെക്കുക, എന്നിട്ട് എനിക്ക് എവിടെ വേണമെങ്കിലും പോവുകയൊക്കെ ചെയ്യാവുന്ന പുറം സ്ഥലത്തായിരുന്നു ജോലി. പ്ലെയിൻ സ്ഥലത്ത് തന്നെയായിരുന്നു ജോലി. എങ്കിലും ആ ജോലി എനിക്ക് ഒരു രാജകീയ സുഖം തന്നെയായിരുന്നു. അത് ശരി. ഇപ്പോ ഒരു താരപരിവേഷത്തോടെയാണ് ആ രാജ്യത്തേക്ക് തിരിച്ചെത്തുന്നത്. അതെ അതെ അല്ലേ? എനിക്ക് ബഹ്റൈനിലോട്ട് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ് ബഹ്റൈൻ. കാരണം ഞാൻ ഈ ബഹ്റൈനിൽ വന്നപ്പോഴാണ് ഈ കഥ എഴുതാനും ഇതെല്ലാം ലോകം മൊത്തം അറിയാനും എല്ലാം സാധിച്ചത് ഈ ബഹ്റൈൻ ഒറ്റ രാജ്യം കൊണ്ട് മാത്രമാണ്. ബഹ്റൈനിൽ ഞാൻ എൻ്റെ അളിയൻ എൻ്റെ വിഷയത്തിൽ രണ്ടാമത് കൊണ്ടുവന്നില്ലെങ്കിൽ ഈ കഥ ആരും അറിയത്തില്ലായിരുന്നു. ഇത് പഴയതുപോലെ തന്നെ ഇങ്ങനെ ജീവിച്ചങ്ങ് പോവുകയേ ഉള്ളായിരുന്നു. ഇപ്പോൾ ആരാധകരായി ഒരുപാട് ഉദ്ഘാടകനാണ്. പലപ്പോഴും പല താരങ്ങളുടെയും സൗഹൃദങ്ങളുണ്ട്. ഒരുപക്ഷെ ഇത്രയും യാതനകൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇത്രയും ഭാഗ്യം കിട്ടുമെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല. ഇത്രയും ത്യാഗങ്ങൾ സഹിച്ചതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ എനിക്കൊരു ഭാഗ്യം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരു വലിയൊരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ട് എന്ന് പറയുന്നത്. അതെ. നമ്മൾ അന്ന് വിളിച്ച ദൈവത്തിൻ്റെ ആ വിളിയുടെ ഫലമാണ് ഇപ്പോഴാണ് അതിൻ്റെ ഫലം നമുക്ക് കിട്ടുന്നത്. കാരണം അവിടുന്ന് അവിടെ കിടന്നുകൊണ്ട് ഒരുപാട് നമ്മൾ കഷ്ടതകൾ നമ്മൾ ആരാധിക്കുന്നവരെ എല്ലാവരെയും നമ്മൾ വിളിച്ച ആ ഒരു വിളി അന്ന് കേൾക്കുകയും ചെയ്ത് പിന്നെ ഇപ്പോൾ നമുക്ക് വളരെ വളരെ സന്തോഷത്തോട് നാട്ടിലൊക്കെ എല്ലാ ലോകം മൊത്തം അറിയപ്പെട്ട് എല്ലാവരും വിളിക്കുകയും ഒരു ദിവസം തന്നെ 10-100 ആണെങ്കിൽ ഈ പടം കണ്ടവരങ്ങ് മൊത്തം തീർത്ത് വിളിയാണ്. അത് ശരി. ഈ പൃഥ്വിരാജുമായിട്ടുള്ള സൗഹൃദങ്ങൾ എങ്ങനെയാണ്? അടിപൊളി സൗഹൃദമായിരുന്നു. കാരണം ഞാൻ ലാസ്റ്റ് ഷൂട്ടിങ് സമയത്താണ് പൃഥ്വിരാജുമായിട്ട് കണ്ടുമുട്ടുന്നത്. അന്നേരം തന്നെ നല്ലതായിട്ട് എന്നെ വിളിച്ചൊരു നജീബ് എനിക്ക് 10-20 മിനിറ്റ് സംസാരിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ നല്ല രീതിയിലാണ് ഇൻ്റർവ്യൂ ചെയ്ത് ഈ പൃഥ്വിരാജ് സാർ നല്ല ഇൻ്റർവ്യൂ. അതെ, അത് ഞാൻ കണ്ടിരുന്നു. ഈ പൃഥ്വിരാജ് നജീബിൻ്റെ അടുത്ത് ആ ജീവിതം അദ്ദേഹം അഭിനയിക്കാൻ വേണ്ടി അതിൻ്റെ യഥാർത്ഥ ജീവിതം ചോദിച്ചറിഞ്ഞിരുന്നോ? ഇല്ല, ചോദിച്ചറിഞ്ഞില്ല. കാരണം ബ്ലസ്സി സാറും ബെന്യാമിനുമായിട്ടാണ് നമ്മൾ 2-3 പ്രാവശ്യം ചർച്ചകൾ ഇതൊക്കെ ചെയ്തത്. പുള്ളി പറഞ്ഞിടത്ത് അനുസരിച്ചാണ്. അപ്പൊ ആ നോവലിൽ വായിച്ചറിഞ്ഞത് തന്നെ ഏകദേശമൊക്കെ ബെന്യാമിൻ എഴുതിയിട്ടുണ്ട്. അതെ. ഓക്കെ. പക്ഷേ ഇനി ഒരുപാട് അന്ന് നോവലിനകത്ത കാര്യങ്ങൾ ഒരുപാട് വരാനുണ്ട്. ഇനി നോവലിൽ ഒരുപാട് അനുഭവിച്ച കാര്യങ്ങൾ തന്നെയാണ് എഴുതിയത്. എന്നാൽ പോലും സിനിമ കാണുമ്പോൾ എന്താണ് തോന്നിയത് നജീബിന്? സിനിമ കാണുമ്പോഴേ തോന്നിയെന്ന് പറഞ്ഞാൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ പൃഥ്വിരാജ് അഭിനയിച്ച് കണ്ടപ്പോൾ ഞാൻ അവിടുന്ന് കരയുമായിരുന്നു. കാരണം പറഞ്ഞാൽ ഞാൻ ലാസ്റ്റ് ചാടെ പോകുന്ന നേരത്ത് ഒരു പാൻ്റെടുന്ന ഒരു രംഗം കൊണ്ട് അതൊക്കെ കൃത്യമായിട്ട് തന്നെയാണ് അതിനകത്ത്
കാണിച്ചേക്കുന്ന. ഞാനൊരു പാനിടുമ്പോൾ അതങ്ങ് ദൂരെ താഴോട്ടങ്ങ് പോവുകയാണ്. അപ്പോൾ നമ്മൾ പിന്നെ ആ മുണ്ടെടുക്കുന്ന തുടുത്തിട്ട് ഒരു കാര്യത്തിങ്ങനെ ഒരു പള്ളി കിടക്കുന്നിടത്ത് കെട്ടുന്ന രംഗങ്ങളൊക്കെ സിനിമ കണ്ടവർക്കൊക്കെ അറിയാൻ പറ്റും. അതെ ഇത് ഓക്കെ. ഏതായാലും ഇങ്ങനൊരു ഭാഗ്യം, യാതനയുടെ ഒടുവിലാണ് ഇങ്ങനൊരു ഭാഗ്യം വന്നത്. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ? ഇപ്പോൾ ഒരുപാട് ഉദ്ഘാടനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ഒരുപാട് ഉദ്ഘാടനം. ഈ പടം ഇറങ്ങിയതിൽ പിന്നെ എനിക്ക് പണിക്ക് പോകാൻ സമയമില്ല. ചുരുക്കം പറയാൻ എനിക്ക് പണിക്ക് പോകാൻ സമയമില്ല. പടം അങ്ങോട്ട് റിലീസായി 2 ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ വീട്ടിലിങ്ങനെ ഞങ്ങളെ പടിഞ്ഞാപ്പുറം വണ്ടി കൊണ്ട് നിറയുമായിരുന്നു. കാരണം ചാനലുകാരും യൂട്യൂബുകാരും ഒന്നിന് പുറകെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ് 15 മിനിറ്റൊക്കെ എടുക്കാനുള്ള സമയം കിട്ടുന്നുള്ളൂ. ഒന്നാളങ്ങോട്ട് മാറുമ്പോൾ അടുത്താൾ കയറുക എന്നുള്ള രീതിയിലുള്ള സന്തോഷമല്ലേ? വളരെ സന്തോഷം. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പോലും ഒരു സന്തോഷം. സന്തോഷമുണ്ട്. ഏതൊക്കെ നടന്മാരെ വിളിച്ചു പിന്നീട്? എല്ലാവരും. പൃഥ്വിരാജിന് നല്ല AR റഹ്മാന്റെ സൗഹൃദമാണ്, പൃഥ്വിരാജ് സൗഹൃദമാണ്. മോഹൻലാൽ വന്ന് അവിടെ ഉണ്ടായിരുന്നു. മോഹൻലാൽ വന്ന് കൈയൊക്കെ തന്ന് നല്ല സന്തോഷത്തോടെ ജീവൻ രക്ഷപ്പെടുമെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞൊക്കെ പോയി. ഇപ്പൊ രക്ഷപ്പെട്ടോ? കുഴപ്പമില്ല, രക്ഷപ്പെട്ടു. ഒരുപക്ഷെ അവർ സിനിമയുടെ വഴിത്തിരിവ് നല്ലതായിരുന്നു. ഇപ്പൊ ഉദ്ഘാടനങ്ങളൊക്കെ പോകുന്നത് അറിയുന്നുണ്ട് അല്ലേ? ഇപ്പൊ ഡെയിലി ഉദ്ഘാടനങ്ങളും ഒരു കട ഉദ്ഘാടനങ്ങളും. കാശ് വാങ്ങുന്നുണ്ടോ? ചില പൈസയൊക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ. അപ്പൊ കാശ് വാങ്ങണം എന്തായാലും അല്ലേ? അതെ. ജീവിതത്തെ നമ്മളൊരു ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ചിലപ്പോൾ ദൈവം കൊണ്ട് തരുന്നതായിരിക്കും. അതെ. ഈ പിന്നെ നമ്മളിപ്പോൾ ഉദ്ഘാടനം നമ്മളാരും ചോദിക്കത്തൊന്നുമില്ല. അവർക്ക് മനസ്സറിഞ്ഞ് തരുന്നത് വാങ്ങിക്കും. അങ്ങനെ ആദ്യമൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. ഒരുപാട് ഇൻ്റർവ്യൂ, ഒരു 10-300 ഇൻ്റർവ്യൂ ഇതെല്ലാം കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു 10 ലാസ്റ്റ് വന്നപ്പോഴാണ് ആൾക്കാരൊക്കെ ഇതുപോലെ പറഞ്ഞ് ആൾക്കാർക്ക് തന്നെ ഒരു ഇതായി. ഇത് ഇങ്ങനെ ഇൻ്റർവ്യൂ എടുത്തുകൊണ്ട് ആൾക്കാരിങ്ങനെ അങ്ങനെ പോവുക. എന്നാൽ പോട്ട് എന്ന് പറഞ്ഞ് ലാസ്റ്റ് പറഞ്ഞങ്ങ് പോവുക. അപ്പം ലാസ്റ്റ് അവരെന്തെങ്കിലും പിന്നെ ആൾക്കാർ പറഞ്ഞതനുസരിച്ച് എന്തെങ്കിലുമൊക്കെ 10,000-2,000 രൂപയൊക്കെ തന്നത്. ഓക്കെ. ഇവിടെ പല സംഘടനകളുടെയും പരിപാടികൾ ഇനി പങ്കെടുക്കുന്നുണ്ട്. ബഹ്റിൽ എന്തൊക്കെ സംഘടനകളുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നു? ഹരിപ്പാട് അസോസിയേഷൻ്റെ പരിപാടിയിലേക്കാണ് ഞാൻ കഴിഞ്ഞ ദിവസം പങ്കെടുത്ത്. ഞങ്ങൾ 2 പേരും കൊണ്ടുവന്ന ആ സംഘടന ഞങ്ങളെ കൊണ്ടുവന്നത്. പക്ഷേ സംഘടന കൊണ്ടുവന്നെങ്കിലും എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്, ഞാൻ 20 വർഷം ഈ ബഹ്റൈൻ ജോലി ചെയ്തിട്ട് എൻ്റെ വൈഫിനെ ഒന്നും കൊണ്ടുവരാൻ എനിക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ ആ സംഘടന ഇപ്പം ഞങ്ങൾ 2 പേരും കൊണ്ടുവന്ന് എനിക്ക് വളരെയധികം സന്തോഷമാണ്. കാരണം എൻ്റെ വൈഫ് ആദ്യമായിട്ട് ഗൾഫ് രാജ്യം കാണുവാണ്. അപ്പം സംഘടനയുടെ തീർച്ചയായിട്ടും. അപ്പോൾ ഇനി ബഹ്റൈനിൽ പലയിടങ്ങളും കാണാനുണ്ട്, സ്വന്തം ഭാര്യയെ പല സ്ഥലങ്ങളും കാണിക്കാനുണ്ട്. അതിൻ്റെയൊക്കെ തിരക്കിലാണെങ്കിൽ പോലും ഞങ്ങൾക്കൊരു 5 മിനിറ്റ് ഈ ഉറക്കത്തിനിടയിലാണ് വിളിച്ച് ഞങ്ങൾക്കൊരു ഇൻ്റർവ്യൂ അനുവദിച്ചു തന്നത്. എന്തായാലും നജീബിന് ഇനിയും കൂടുതൽ അവസരങ്ങൾ ഉണ്ടാവട്ടെ, കൂടുതൽ സിനിമകൾ, കൂടുതൽ ഉദ്ഘാടനങ്ങൾ ഉണ്ടാവട്ടെ, നല്ല ഭാവി തന്നെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. Media Rang, today's talk, supported by Park Dine Tourist Restaurant, Musino Lounge, Al Hilal Hospitals and Medical Center, available, accessible, affordable. Honey for detergents, we guarantee your satisfaction.